ഒരു കപ്പ് പച്ചരി നല്ലതുപോലെ കഴുകിയ ശേഷം ഒരു 4 മണിക്കൂർ കുതിർത്തെടുക്കാം. കുതിർത്തെടുത്ത പച്ചരി ഇതുപോലെ ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയും ഒരു 1/4 കപ്പ് ചോറും 1/4 കപ്പ് പഞ്ചസാരയും, കൂടുതൽ മധുരം വേണ്ടവർ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഒരു 4 ഏലക്ക അതിൻ്റെ തോട് കളഞ്ഞ് കുരു മാത്രം എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച ശേഷം നല്ലതുപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. പൊങ്ങി വന്ന മാവ് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം. ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഓയിലോ നെയ്യോ പുരട്ടി കൊടുത്ത ശേഷം ഞാൻ ഇതുപോലെ ഒരു സ്റ്റീമറിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 20 മിനിറ്റ് കൊണ്ട് വട്ടയപ്പം നല്ലതുപോലെ വെന്ത് വരും. ഇപ്പം വട്ടയപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന വട്ടയപ്പം നല്ലപോലെ തണുത്ത ശേഷം മാത്രം മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡി.